ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പരിശുദ്ധ അൽത്താരിൽ നിന്നൊഴുകുന്ന ദൈവശക്തി നിന്റെ ജീവിതത്തെ അടിമുടി വിശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ ചിന്തകളെയും വികാര വിചാരങ്ങളെയും ആലോചനകളെയും ഇതാ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ആകുലപ്പെട്ട് വന്നവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി പ്രവർത്തിക്കുകയാണ്. ഒത്തിരി ആകുലത, നാളെ എന്താകും, മക്കളുടെ കാര്യം എന്താകും, വീടിൻ്റെ പണി എന്താകും, സ്ഥലം വിൽപ്പന എന്താകും, ഇങ്ങനെ തുടങ്ങി അനേക കാര്യങ്ങളെക്കുറിച്ച് ശക്തമായി ആകുലത അനുഭവിക്കുന്ന ഒത്തിരി പേര് ഈ അൾത്താരുടെ മുമ്പിലുണ്ടല്ലോ. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നീ ദൈവത്തിൽ ആശ്രയിക്കുക. കണ്ണം പൂട്ടി കർത്താവിനെ വട്ടം പിടിച്ചോ. ഈ ഭൂമിയിൽ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ കുടുംബ പാരമ്പര്യമോ നമ്മുടെ രാഷ്ട്രീയ പിൻബലമോ നമ്മുടെ പണമോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. ഒരുപക്ഷെ നീ പല വിഷയങ്ങളിലും നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് വിഷമിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ചിലരുടെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ച് മടുത്തല്ലോ, ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിന്റെ മുമ്പിൽ അത്ഭുതങ്ങളൊന്നും തെളിഞ്ഞില്ലെങ്കിലും കണ്ണും പൂട്ടി വിശ്വസിച്ചോണം. അബ്രാഹാം എന്ന് പറയുന്ന വിശ്വാസികളുടെ പിതാവിനെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, മുൻപിൽ ഒന്നുമില്ല, മരുഭൂമി, എങ്ങോട്ടാ പോകേണ്ടെന്നൊരു പിടുത്തമില്ല. ദൈവം പറഞ്ഞ കാര്യം കണ്ണും പൂട്ടി വിശ്വസിച്ചു. ദൈവം നിന്നോട് സംസാരിക്കുന്നു, നീ അത് വിശ്വസിച്ചോണം, നിന്നിൽ അത് പ്രവർത്തികമാക്കും. നോഹ എന്ന് പറയുന്ന ദൈവപുരുഷൻ ജീവിതത്തിന്റെ വരൾച്ചയുടെ കാലഘട്ടത്തിലാണ് പ്രളയത്തെക്കുറിച്ച് ദൈവദർശനം കിട്ടി പെട്ടകമുണ്ടാക്കിയത്. ഒരു തുള്ളി പോലും മഴ പെയ്യാതിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ദർശനമാണ് പെട്ടകം. മുമ്പിൽ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല, നിന്റെ മുമ്പിൽ വരൾച്ചയാണ്, നിന്റെ മുമ്പിൽ ആഗ്രഹിക്കാൻ ഒന്നും കാണുന്നില്ല, മൊത്തം മരവിപ്പായിരിക്കും. പക്ഷേ കണ്ണും പൂട്ടി നീ പിടിച്ചോണം. പത്രോസ് യേശു പറഞ്ഞു നീ ഇങ്ങോട്ട് നടന്നു വാ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ മുമ്പിൽ തിരമാലകൾ ഇങ്ങനെ ആർത്തലച്ചു വരുമ്പോൾ ആ ജലത്തിൽ ചവിട്ടിയാൽ ഞാൻ വീണു പോകുമോ ഇല്ലയോ എന്ന് ചിന്തിക്കാതെ കാല് ചവിട്ട് നിന്നു. എൻ്റെ പ്രിയരെ, ഇതുപോലെ നമുക്കും വേണം. തമ്പുരാൻ കർത്താവിനെ കണ്ണും പൂട്ടി വിശ്വസിച്ചോണം. കാരണം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവർ ലഭിക്കും. നിനക്ക് വേണ്ടി കർത്താവ് നൽകും. കാണപ്പെടാത്തവ ഉണ്ട്. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. അങ്ങനെക്ക് വേണ്ടി ഒരുക്കുന്ന ഈ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. വിശ്വാസം എന്നത് ഒരു വരമാണ്, ഒരു പുണ്യമാണ്. ഈശോയെ, ഈ ശുശ്രൂഷാവസരത്തിൽ ഞാൻ ആഗ്രഹിച്ച് ചോദിച്ചു മേടിക്കുന്ന കർത്താവേ, എന്നിലത് സംഭവിക്കണം. ഈ ശുശ്രൂഷ സമയത്തത് സംഭവിക്കണം. കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. എൻ്റെ പ്രിയരെ, ഈ ശുശ്രൂഷ സമയത്ത് നമുക്കും ആഗ്രഹിക്കാം. പേടിച്ചരണ്ടിരുന്ന ശിഷ്യന്മാർ പന്തക്കുസ്താനുഭവത്തിലോട്ട് കടന്നു വന്നപ്പോൾ അവരുടെ പേടി മാറി, അവർ ശുശ്രൂഷകരായി മാറി, അവരുടെ വിശ്വാസം വർദ്ധിച്ചു. ഈ ശുശ്രൂഷ സമയത്ത് ആഗ്രഹിച്ചോളൂ, പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. കാല് ചവിട്ട് നിൽക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ മേൽ അത്ഭുതകരമായ കൃപ കൊണ്ട് നിറയട്ടെ. രണ്ട് കരങ്ങളും അൾത്താരയോട് നീട്ടിപ്പിടിച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എൻ്റെ പ്രിയരെ, ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ബോധ്യങ്ങൾ ഞങ്ങൾ സംഭവിക്കട്ടെ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ. കരങ്ങൾ ഇങ്ങനെ അൾത്താരയോട് നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ചെന്റെ പ്രിയരെ,
ഈശോയെ എന്ന് വിളിക്കാം, ആബാ പിതാവേ എന്ന് വിളിക്കാം, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാം. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ പ്രവർത്തിക്കുന്ന സമയം പോരല്ലോ. കണ്ണും പൂട്ടി ചങ്കുകീറി വിളിച്ചോണം. നിന്റെ നീറുന്ന പ്രശ്നത്തിൽ കർത്താവ് ഇടപെടും. വർഷങ്ങൾ പഴക്കമുള്ള പ്രശ്നത്തിൽ കർത്താവ് ഇടപെടും. നിന്റെ ഞെരുക്കത്തിൽ കർത്താവ് ഇടപെടും. നിനക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട്. നിനക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട്. എന്റെ പ്രിയ സഹോദര സഹോദരി, നീ വിശ്വസിക്കൂ, നിനക്ക് ചുറ്റും സ്വർഗത്തിന്റെ ശക്തിയുണ്ട്. രണ്ട് കരങ്ങളും അൾത്താരിലേക്ക് നീട്ടി യേശുവേ, പരിശുദ്ധാത്മാവേ, ആബാ പിതാവേ, സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. ദൈവിക ശക്തി, mighty power ഓരോ വ്യക്തിയുടെ മേലും പ്രവർത്തിക്കട്ടെ. ആഗ്രഹിക്കട്ടെ. കൈയടിച്ചേ, ശക്തിയോടെ കൈയടിച്ച പോരാ, പോരല്ലോ. ആമേൻ. mighty power, mighty anointing സംഭവിക്കട്ടെ. യെസ്, ആമേൻ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി അഗ്നിനാവുകളായി പടരുന്നു, സംഭവിക്കുന്നു. പരിശുദ്ധാത്മ ശക്തി, ആമേൻ ആമേൻ. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജഗത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. ഉയർത്തന്നലായി കരങ്ങൾ ഉയർത്തി ചാടിക്കൊള്ളേ. റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ റുഹാ 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 റുഹാ. ആമേൻ. കാറ്റായി വാ, റുഹായേ നീ റുഹാ. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയേ. സംഭവിക്കട്ടെ. എല്ലാ ദൈവമക്കളിലേക്ക് സംഭവിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് ചൊരിയുന്നു. കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. ദൈവിക ശക്തി, ദൈവിക ശക്തി. ആരാധന 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 ആരാധന. കർത്താവേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഇടപെടട്ടെ. ദൈവ കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. ആരാധന 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 ആരാധന. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ചോ. കർത്താവിന്റെ ആത്മാവ് അത്ഭുതകരമായ ശക്തിയാണ് നിന്റെ ശരീരത്തിലേക്ക് ഒഴുകുന്നത്. ബ്ലീഡിങ് മൂലം വല്ലാണ്ട് വിഷമിക്കുന്ന രോഗികളെ, ഇതാ ഈ പരിശുദ്ധ അൽത്താരിൽ ശക്തി നിന്റെ ശരീരത്തിലേക്ക് ഒഴുകുന്നു. നിന്റെ ശരീരത്തിലേക്ക് അത്ഭുതകരമായ കൃപകളാണ് ഒഴുകുന്നത്. കർത്താവിന്റെ കാരുണ്യമാണ് നിന്റെ ശരീരത്തിലേക്ക് ഒഴുകുന്നത്. വല്ലാണ്ട് വിഷമിക്കുന്ന അനേക രോഗികളെ കർത്താവ് തൊട്ടനുഗ്രഹിക്കുന്നു. ഇടുപ്പിന് വേദന, ഹിപ്പ് വേദന മൂലം നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള, നടുവിന് വേദനയും ഭാരവും അതോട് ചേർന്ന് അനുഭവിക്കുന്ന അനേക രോഗികളിലേക്ക് കർത്താവിന്റെ അത്ഭുത ശക്തിയാണ് ഒഴുകുന്നത്. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഭാരപ്പെട്ടിരിക്കുന്ന അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഭാരം ഓർത്തോർത്ത് ദുഃഖിക്കുന്ന അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ സ്നേഹം നിന്റെ മേൽ ഒഴുകുന്നു. ഞരമ്പ് വലിഞ്ഞ് മുറുകുന്നത് പോലെ, കാലുകൾക്ക് വല്ലാത്ത വേദന അനുഭവിക്കുന്ന സഹോദര,
കർത്താവ് നിന്നെ തൊടുന്നു. ഈശോ നിന്നെ തൊടുന്നു. കർത്താവിന്റെ കാരുണ്യമാണ്. ജോയ്സ് എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് വെളിപ്പെടുത്തുന്നു. കർത്താവ് നിന്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. ഈശോയുടെ ശക്തിയാണ് നിന്റെ ഒഴുകുന്നത്. കർത്താവിന്റെ കാരുണ്യമാണ് ഒഴുകുന്നത്. നാളുകൾക്ക് മുമ്പ് ഒരു മരത്തിൽ നിന്ന് വീണതിന് ശേഷം ശാരീരികമായി വലിയ തകർച്ചയിലും തളർച്ചയിലുമുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു. ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും വീഴ്ച മൂലം ശാരീരികമായി പരിക്ക് പറ്റിയവർ, തളർന്നവർ, കൈകാലുകൾക്ക് വേദന, ശാരീരിക ബുദ്ധിമുട്ട്, ഏതെങ്കിലും വീഴ്ച, അത് വാഹനത്തിൽ നിന്നാവാം, മരത്തിൽ നിന്നാവാം, കെട്ടിടത്തിൽ നിന്നാവാം, ഏതെങ്കിലും വീഴ്ചയിലൂടെ നിനക്ക് വന്നിട്ടുള്ള സകല വേദനകളും മുറിവുകളും ചതവുകളും ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പോലെ ഉപേക്ഷിച്ചത് ഇതാ ഈ പരിശുദ്ധ അൽത്താരിൽ നിന്ന് നിന്നിലേക്ക് കൃപയൊഴുകുന്നു. എന്റെ സഹോദരി, നീ വിശ്വസിക്കും. നിന്റെ മേൽ അത്ഭുത ശക്തിയാണ് ഒഴുകുന്നത്. ഈശോ നിന്നിൽ പെടുന്നു, അത്ഭുതകരമായിട്ട് തൊടുന്നു. ഈശോയെ നന്ദി പറയുന്നു. രമ എന്ന പേരുള്ള അക്രൈസ്തവയായ ഒരു സഹോദരിയെ കർത്താവ് തൊടുന്നു. കണ്ണുനീരോട് ആ സ്ത്രീ പ്രാർത്ഥിക്കുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. അത്ഭുതകരമായ കൃപ ഈശോ നൽകുന്നു. കണ്ണുനീരോട് പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ ശരീരത്തിലേക്ക് കർത്താവിന്റെ കൃപ. നീ ഓർത്തോർത്ത് ദുഃഖിക്കേണ്ടെന്ന് ഈശോ പറയുന്നു. ഈ അൾത്താര നിന്നെ നിയന്ത്രിക്കുന്നു. അഡ്മിഷനെ ഓർത്ത് വിഷമിക്കുന്ന അമ്മേ, കർത്താവ് മകളുടെ അഡ്മിഷനിൽ ഇടപെടുന്നു. അമ്മയാണ് ഭാരപ്പെടുന്നത്. അമ്മയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഒരിക്കലും നീ ക്ഷീണിച്ചു പോകരുത്. പ്രാർത്ഥനയുടെ കാര്യത്തിൽ നീ മരവിപ്പിലാവരുത്. കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന, ജപമാല ചൊല്ലിയിരുന്ന മടിയായിരിക്കുന്ന ചിലരെ കർത്താവ് ബലപ്പെടുത്തുന്നു. കർത്താവേ, ഇതാ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ 1 കൊരിന്തോസ് 16:13 നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തുമുള്ളവരാകുവിൻ. കൊളോസോസ് 1:23 നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢചിത്തതയോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലയുറപ്പിക്കുന്നു. കർത്താവ്, ഇത് സംഭവിക്കട്ടെ കർത്താവേ. തലമുടി കൊഴിയുന്ന അലർജി രോഗമുള്ള ഒരു സ്ത്രീയെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുന്നു. ഭാരം, ഉറക്കക്കുറവ്, ഉറങ്ങാനായിട്ട് ഉറക്കം വരുന്നില്ല. വല്ലാണ്ട് ഭാരപ്പെടുന്ന ചിലരത് വിഷമിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളായി ഉറക്കമില്ല, ഉറക്കിൽ അസ്വസ്ഥത, അങ്ങനെയുള്ളവരുടെ മേൽ കർത്താവിന് കൃപ. പരിശുദ്ധ അൽത്താരിൽ നിന്ന് ശക്തി ഒഴുകുന്നു. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജപ്തിയെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്ന കുടുംബമേ കർത്താവ് ഇടപെടുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കണം. നെറ്റിയിൽ കുരിശടയാളം വരച്ച് സ്വയം അത് ഏറ്റെടുക്കണം. കരങ്ങൾ കൂപ്പിക്കേ, കണ്ണുകളടച്ചേ. എൻ്റെ പ്രിയരെ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വിശ്വാസ മേഖലയിൽ വീണുപോയവരുണ്ടാവും. ഒന്നവരെ ഓർത്തെ. ഒരുപക്ഷെ പള്ളിയിൽ പോകുന്നില്ല, കുടുംബ പ്രാർത്ഥനയില്ല, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തിനാണ്, ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി, ഇതൊക്കെ തട്ടിപ്പല്ലേ എന്ന് പറഞ്ഞ് നടക്കുന്ന ചിലരുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പരിചയത്തിൽ, നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിൽ, നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങളുടെ ദേശത്ത് അങ്ങനെയുള്ള ചിലരുണ്ട്. അവരെ ഓർക്കുക. ചിലരുടെ മുഖം മനസ്സിൽ തെളിയും. ചിലരുടെ പേരുകൾ കർത്താവ് ഓർമ്മയിൽ കൊണ്ടുവരും. ചിലരൊക്കെ മുറിവേറ്റവരാണ്, വിഷമിക്കുന്നവരാണ്. അവരെ ഓർക്കണം, പ്രാർത്ഥിക്കണം, അവരെ ഒന്ന് ബലപ്പെടുത്തണം. നമ്മുടെ കടമയാണ്. കർത്താവേ, എൻ്റെ വീട്ടിൽ ഇന്നയാളുണ്ട്, ഒരുപക്ഷെ മദ്യപാനിയായിരിക്കും. മദ്യപാനം എന്ന് പറയുന്ന പൈശാചിക പീഡയുള്ളത് കൊണ്ട് അയാൾ വല്ലാണ്ട് ദുഃഖത്തിലാണ്. പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് വേണ്ടി. ഒരുപക്ഷെ മകനോ മകളോ ആയിരിക്കും, മൊബൈൽ ഫോണിന് അടിമയായിരിക്കും, യൂട്യൂബാണ് അവരുടെ ജീവിതം. കർത്താവേ, എൻ്റെ മകൾക്കും മകനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നിലപാടുകൾ, ബോധ്യങ്ങൾ കർത്താവെ നൽകണമേ. നമ്മുടെ വീട്ടിൽ ചിലരൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചിലർ പ്രാർത്ഥന നിർത്തിയവർ, അവരെയൊക്കെ ഓർത്തോ. ചില പ്രെയർ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നവർ ഇവ പ്രാർത്ഥനയൊക്കെ നിർത്തിയവരുണ്ടാവും.
മരവിച്ചു പോയവരുണ്ടാവും. മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നവർ നിർത്തിയവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരിൽ സംഭവിക്കട്ടെ, അവരിൽ സംഭവിക്കട്ടെ, അവരിൽ കർത്താവെ സംഭവിക്കട്ടെ. അവർക്ക് വേണ്ടി നീ ഒരിക്കൽ കൂടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച അവർക്ക് വേണ്ടി അവരെ മനസ്സിലോർത്ത് അവരുടെ നെറ്റിയിലാണ് കുരിശ് വരയ്ക്കുന്നത്, അവരുടെ ജീവിതത്തിലാണ് കർത്താവ് ഞാൻ കുരിശ് വരച്ച് മുദ്ര വയ്ക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.